പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിയോളജിയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശ്വാസവും ശാസ്ത്രവും എന്ന വിഷയത്തെ അധികരിച്ചായിരിക്കും ഇന്നത്തെ നമ്മുടെ തിയോളജിയിലെ ഏതാനും ക്ലാസ്സുകൾ. തിയോളജിയ എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രം. ദൈവശാസ്ത്രം എന്ന പദത്തെക്കുറിച്ച് തന്നെ ഒരു നിമിഷം ചിന്തിക്കുക. ദൈവവും ശാസ്ത്രവും ഇത്രയും അധികം സമീപസ്ഥമായിരിക്കുന്ന വേറൊരു സംജ്ഞയുണ്ടോ എന്ന് സംശയം. കാരണം ഒരു ചില്ലക്ഷരത്തിൻ്റെ പോലും സഹായം കൂടാതെ ദൈവവും ശാസ്ത്രവും ഇവിടെ സമന്വയിച്ചിരിക്കുകയാണ്. ദൈവശാസ്ത്രം എന്ന പദത്തിൻ്റെ മൂലപദങ്ങൾ തമ്മിലുള്ള സമന്വയത്തെക്കുറിച്ചും സാമീപ്യത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ അതിലുപരിയായി ഈ മൂലപദങ്ങൾ തമ്മിലുള്ള സമന്വയത്തെ 10 മടങ്ങ് സാർദ്ധീകരിക്കുന്നതാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ ദൈവശാസ്ത്രപരമായ അന്തർധാരകൾ എന്ന് അല്പമെങ്കിലും ശാസ്ത്രത്തെക്കുറിച്ച് അന്വേഷിക്കുന്നവർക്ക് എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ. ശാസ്ത്രവും വിശ്വാസവും, ശാസ്ത്രവും ദൈവവും, ശാസ്ത്രവും മതവും ചരിത്രത്തിലെ അവർ തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തിൻ്റെ ബന്ധങ്ങളെ, ദ്വന്ദ്വയുദ്ധത്തിൻ്റെ ചിത്രങ്ങളെ എല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് പരമയാഥാർത്ഥ്യത്തിൻ്റെ പൊരുൾ അന്വേഷിക്കുന്നതിൽ ഇന്ന് വളരെയധികം കൈകോർത്ത് പിടിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ പറയാറുണ്ട്, ദൈവം ആദ്യ മാതാപിതാക്കന്മാരിലൂടെയും സൃഷ്ടിയിലൂടെയും ഒക്കെ ചരിത്രത്തിലേക്ക് കടന്നു വന്നുവെന്ന്. പൂർവ്വപിതാക്കന്മാരിലൂടെ, വിശ്വാസത്തിൻ്റെ പിതാക്കന്മാരിലൂടെ ചരിത്രത്തിൽ ഇടപെട്ട് സ്വയം വെളിപ്പെടുത്തി തന്ന ദൈവത്തിന് അത് മാത്രമായിരുന്നില്ല ദൈവാവിഷ്കാരത്തിനുള്ള രീതിശാസ്ത്രം എന്ന് തോന്നണം ആധുനിക ശാസ്ത്രം പഠിച്ചു കഴിയുമ്പോൾ. പൂർവ്വപിതാക്കന്മാരിലൂടെ വെളിപ്പെടുത്തിയ ദൈവം ഇന്ന് ആധുനിക ശാസ്ത്രത്തിലൂടെയും ശാസ്ത്രജ്ഞരിലൂടെയും വളരെയധികം ആത്മാവിഷ്കാരം നടത്തുന്നുണ്ട് എന്നുള്ളത് നിസ്സംശയമായ ഒരു വസ്തുതയാണ്. നമുക്കറിയാം, ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും സുപ്രധാനമായ ഭാഷകളിൽ ഒന്നാണ് ശാസ്ത്രത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത്. സാംസ്കാരികമായ സകല അതിർവരമ്പുകളെയും ലംഘിക്കുന്ന മാനവരാശിയുടെ തന്നെ സാർവദേശീയമായ ഭാഷകളിൽ സുപ്രധാനമാണ് ശാസ്ത്രത്തിൻ്റെ ഭാഷ. ശാസ്ത്രം പലപ്പോഴും ഭൗതികമായതിനെയും ഗണിതമായതിനെയും ഒക്കെയാണ് പ്രതിപാദിക്കുന്നത് എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചു വച്ചിരിക്കുന്നത്. ഒരു പരിധിവരെ അത് ശരിയാണ്. എന്നാൽ 20-ാം നൂറ്റാണ്ട് തുടങ്ങുന്ന ശാസ്ത്രത്തിൻ്റെ ചിത്രം തികച്ചും വിഭിന്നമായ ഒരു ആത്മബോധം ശാസ്ത്രത്തിന് തന്നെ പ്രദാനം ചെയ്തിട്ടുള്ളത് നിസ്തർക്കമായ ഒരു വസ്തുതയാണ്. ശാസ്ത്രത്തിൻ്റെ ഭാഷയ്ക്ക് ഇന്നൊരു പ്രതീകാത്മകതയുണ്ട്. ശാസ്ത്രവും മിസ്റ്റിസിസവും പലപ്പോഴും വേർതിരിച്ചെടുക്കുക ശാസ്ത്രത്തിൽ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ ഭാഷയുടെ പ്രതീകാത്മകതയും അതിഭൗതികതയും അതിസ്വാഭാവികതയും ഒക്കെയുമാണ് മനോജ്ഞമായ ദൈവശാസ്ത്ര മേഖലയിലേക്ക് ശാസ്ത്രത്തിന് വലിയൊരളവ് വരെ പ്രവേശനം നേടിക്കൊടുക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവശാസ്ത്രവും ദൈവവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം പ്രത്യേകമായ പരിഗണന അർഹിക്കുന്ന ഒരു മേഖലയാണ് എന്ന്. വിസ്തൃത ഭൗതിക ശാസ്ത്രജ്ഞനായ പോൾ ഡേവിസ്, ഓസ്ട്രിയൻ ഭൗതിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം തൻ്റെ ഈശ്വര വിശ്വാസത്തിന് പേരുകേട്ട ഒരാളല്ല. തികഞ്ഞ മതനിരപേക്ഷ ചിന്തകനായ ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ. എന്നാൽ വളരെ ചിന്തോദ്ദീപകവും വിപ്ലവാത്മകവുമായ ഒരു പ്രഖ്യാപനം ഈ പോൾ ഡേവിസ് എന്ന് പറയുന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ നടത്തിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് മതത്തെക്കാളും അധികം ദൈവത്തിലേക്ക് കൂടുതൽ സുനിശ്ചിതമായ ഒരു പാത പ്രദാനം ചെയ്യുന്നത് ശാസ്ത്രമാണ് എന്നാണ് പോൾ ഡേവിസ് പറയുന്നത്. വളരെ വിചിത്രമായിട്ട് തോന്നാം, വിശ്വാസത്തിന് അത്രയൊന്നും പ്രാധാന്യം നൽകാത്ത ഒരു ശാസ്ത്രകാരൻ തന്നെ മതത്തിനും ഉപരിയായിട്ട് ദൈവത്തിലേക്കുള്ള പാതയായിട്ട് ശാസ്ത്രത്തെ അവരോധിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ വിപ്ലവാത്മകമായൊരു പ്രഖ്യാപനം എന്ന് പറയാൻ സാധിക്കുന്നത്. ഇത് വളരെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു പ്രസ്താവനയായിട്ട് തോന്നിയേക്കാം. എന്നാൽ ശാസ്ത്രത്തിൻ്റെ ഉള്ളറകളിലേക്ക്, ശാസ്ത്രം തുറന്നു കാണിക്കുന്ന പ്രപഞ്ച ദർശനത്തിൻ്റെയും മനുഷ്യ ദർശനത്തിൻ്റെയും ഒക്കെ
അന്തരാളങ്ങളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഇതിൽ പ്രമാദമായിട്ട് യാതൊന്നുമില്ല എന്ന് നമുക്ക് തന്നെ പെട്ടെന്ന് ബോധ്യപ്പെടുന്നതായിരിക്കും. സ്നേഹമുള്ളവരെ, യശശരീരനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ വസ്തുതയെ അതിൻ്റെ ആഴത്തിൽ തന്നെ മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു. മാർപ്പാപ്പ നടത്തിയ സുപ്രധാനമായ ഒരു പ്രസ്താവനയുണ്ട്. മധ്യശതകങ്ങളിൽ ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനം യവന ചിന്തയായിരുന്നു, ഗ്രീക്ക് ചിന്തയായിരുന്നുവെങ്കിൽ ഉത്തരാധുനിക യുഗത്തില് ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന് അടിത്തറ പാകേണ്ടത് ആധുനിക ശാസ്ത്രവും അതിൻ്റെ ദർശനങ്ങളുമായിരിക്കണമെന്ന്. ഇത് വളരെ ചിന്തോദ്ദീപകമാണ്. സ്നേഹമുള്ളവരെ, കത്തോലിക്ക സഭയുടെ ആചാര്യൻ തന്നെ ശാസ്ത്രത്തിലൂടെ നടക്കുന്ന ദൈവികമായ വെളിപാടിനെ തിരിച്ചറിയുകയും മുഖ്യധാര ക്രൈസ്തവ ദൈവശാസ്ത്രത്തിലേക്ക് ശാസ്ത്രത്തിന്റെ ഉൾക്കാഴ്ചകളെ സ്വീകരിക്കണമെന്നുമുള്ള സമുന്നതമായ ഒരു ആഹ്വാനമാണ് ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് ശാസ്ത്രം എന്ന് പറയുന്നതിനെ ദൈവശാസ്ത്രമോ സഭയോ വിശ്വാസികളോ ഒരർത്ഥത്തിലും ഭയപ്പെടേണ്ട, മാറ്റി നിർത്തേണ്ട ഒന്നല്ല. പ്രത്യുത അതിൽ നിന്ന് ലഭിക്കുന്ന ഉന്നതമായ ദർശനങ്ങളെയും ചിന്തകളെയും ഉപയോഗിച്ചുകൊണ്ട് ഉത്തരാധിക മനുഷ്യന്റെ മുന്നിൽ നമ്മുടെ ദൈവിക ചിത്രം സമ്പൂർണമാക്കുകയാണ് വേണ്ടത് എന്നുള്ള ഉൾക്കാഴ്ചയാണ് മാർപ്പാപ്പയുടെ തന്നെ പ്രസ്താവനയ്ക്ക് ചേതോവികാരമായിരിക്കുന്നത്. ശാസ്ത്രവും മതവും തമ്മിൽ പലപ്പോഴും ദ്വന്ദ്വയുദ്ധത്തിൻ്റെതായ ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്ന് ചരിത്രത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഗലീലിയോ സംഭവം, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം മുതലായവയൊക്കെയാണ് ഇത്തരുണത്തിലുള്ള ദ്വന്ദ്വയുദ്ധത്തിൻ്റെതായ ഒരു പ്രതിച്ഛായ ശാസ്ത്രവും മതവും തമ്മിലുള്ള ബന്ധത്തിന് നൽകിയത്. എന്നാൽ അത് ഒട്ടും തന്നെ ശരിയല്ല എന്നുള്ളൊരു വാദമുഖം തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ നിരത്തുന്നതായിരിക്കും. ചരിത്രപരമായ വിശകലനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ശാസ്ത്രവും ക്രിസ്തുമതവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ ആമുഖമായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എവിടെ നിന്നാണ് ശാസ്ത്രം ആരംഭിച്ചത്? ഒരുപക്ഷെ നമുക്ക് പറയാം ശാസ്ത്രം 2000 വർഷം പഴക്കമുള്ളതാണ്, 3000 വർഷം പഴക്കമുള്ളതാണ്, ഭാരതീയമായ പശ്ചാത്തലം കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ. എന്നാൽ അതിലുപരി ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത് 3-4 നൂറ്റാണ്ടുകൾ മുമ്പ് മാത്രം ആരംഭിച്ചതാണ് എന്ന് നമുക്ക് കാണാം. എവിടെ നിന്നാണ് ഈ ശാസ്ത്രം ആരംഭിക്കുന്നത്? ഒരു ശാസ്ത്രകാരനിൽ നിന്നായിരുന്നില്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ ആരംഭം. രാഷ്ട്രത്തിൽ നിന്നോ രാഷ്ട്രീയത്തിൽ നിന്നോ ആയിരുന്നില്ല ശാസ്ത്രത്തിന്റെ ആരംഭം. ശാസ്ത്രത്തിന്റെ ആദി വേരുകൾ തന്നെ ആഴത്തിൽ ഊഴ്ന്നിറങ്ങിയിരിക്കുന്നത് തിരുസഭയിലാണ് എന്നുള്ളത് വളരെ അവിശ്വസനീയമായിട്ട് തോന്നിയേക്കാം. ഒരു കത്തോലിക്ക വൈദികനായതുകൊണ്ട് ഞാൻ നടത്തുന്ന അവകാശവാദമല്ല ഇത്. പോൾ ഡേവിസ്, ആൽഫ്രഡ് നോർത്ത് വൈറ്റ് ഹെഡ് തുടങ്ങിയ സെക്കുലർ ചിന്തകരാണ് ഈ അവകാശവാദങ്ങൾ നടത്തിയിരിക്കുന്നത്. ആധുനിക യൂറോപ്പിനുള്ള ക്രിസ്തുമതത്തിന്റെ സംഭാവനയായിട്ട് ശാസ്ത്രത്തെ അവതരിപ്പിക്കുന്നവരാണ് ഇവര്. അത് അവരുടെ ഭാവനാ സൃഷ്ടിയല്ല, ചരിത്രപരമായ വസ്തുതകളുടെയും ഗവേഷണങ്ങളുടെയും ഫലമായിട്ട് സംശയരഹിതമന്യേ വലിയ അളവ് വരെ അവിടെ നടത്തുന്ന ഒരു പ്രഖ്യാപനമാണ്. ക്രിസ്തുമതത്തിന്റെ സംഭാവനയാണ് ശാസ്ത്രം. ആധുനിക മനുഷ്യനുള്ള ക്രിസ്തുമതത്തിന്റെ സംഭാവനയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പോൾ ഡേവിസും ആൽഫ്രഡ് നോർത്ത് വൈറ്റ് ഹെഡും ഒക്കെ ക്രിസ്തുമതത്തിന്റെ സംഭാവനയായി ശാസ്ത്രത്തെ അവതരിപ്പിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കാം. നമുക്കറിയാം ശാസ്ത്രത്തിന്റെ അന്തസത്ത അതിൻ്റെ രീതിശാസ്ത്രത്തിലാണ്, സയന്റിഫിക് മെത്തഡോളജിയിലാണ്. ശാസ്ത്രം ആരംഭിക്കുന്നത് വിശ്വാസത്തിൽ നിന്നോ വെളിപാടിൽ നിന്നോ അല്ല, നിരീക്ഷണത്തിൽ നിന്നും ഗവേഷണത്തിൽ നിന്നുമാണ്. ഈ നിരീക്ഷണത്തിലും ഗവേഷണത്തിലുമൊക്കെ പരമപ്രധാനമായിട്ട് ശാസ്ത്രം ഉപയോഗിക്കുന്നത് യുക്തിചിന്തയാണ്. ഈ യുക്തിചിന്തയെ അങ്ങേയറ്റം ആഘോഷിച്ച കൊണ്ടാടിയ മതപാരമ്പര്യമാണ് ക്രിസ്തു മതത്തിൻ്റെത് എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടില് മനുഷ്യനെ ഒരു ചിന്തിക്കുന്ന മനുഷ്യൻ ജീവിയായിട്ട് നിർവചിച്ചു, ചിന്തിക്കുന്ന മൃഗമായിട്ട്. ഭാരതീയർക്ക് ഈ നിർവചനത്തിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. എന്നാൽ പാശ്ചാത്യ മനുഷ്യന് ഇതിന്റെ അർത്ഥം, ഇതിന്റെ പ്രാധാന്യം വളരെയധികം മനസ്സിലായി. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ റാഷണാലിറ്റി അവർ പരമാവധി പ്രയോജനപ്പെടുത്തി. യുക്തിചിന്തയിൽ അധിഷ്ഠിതമായ ഗവേഷണമാണല്ലോ ശാസ്ത്രം എന്ന് പറയുന്നത്. ഈ യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും യുക്തിയെ പരിപോഷിപ്പിക്കുകയും യുക്തിയുടെ വിന്യാസത്തെ മനുഷ്യന്റെ ജ്ഞാന സാധനയിൽ അങ്ങേയറ്റം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക വഴിയായിട്ട്
ശാസ്ത്രത്തിന് പരോക്ഷമായിട്ട് ക്രിസ്തുമതം ജന്മം നൽകുകയായിരുന്നുവെന്നാണ് പോൾ ഡേവിസും ആൽഫ്രഡ് വൈറ്റ്ഹെഡും പോലെയുള്ള ചിന്തകര് വ്യാഖ്യാനിക്കുന്നത്. ഗ്രീക്ക് ചിന്തയുടെയും ജുഡയോ ക്രിസ്ത്യൻ പാരമ്പര്യത്തിന്റെയും സ്വാധീനത്തിലും പേട്രണേജിലുമാണ് ആധുനിക ശാസ്ത്രം പിച്ചവെച്ച് തുടങ്ങിയത് എന്നാണ് പോൾ ഡേവിസ് പറയുന്നത്. കാരണം യുക്തിചിന്തയാണ് ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യം. ഇത്തരണത്തിലുള്ള പരോക്ഷമായ ഒരു സംഭാവന മാത്രമല്ല ശാസ്ത്രത്തിന്റെ ജന്മത്തിനും സഭ നൽകിയിരിക്കുന്നത്, പ്രത്യക്ഷത്തിൽ തന്നെ ഒരുപാട് സംഭാവന തിരുസഭ നൽകിയിട്ടുണ്ട് ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക്. തിരുസഭയുടെ പല വക്താക്കളും തിരുസഭയുടെ പല പ്രമുഖ വ്യക്തികളും ഒന്നാംകിട ശാസ്ത്രജ്ഞർ കൂടിയായിരുന്നുവെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. തിരുസഭയുടെ അല്ലെങ്കിൽ കൂടി ക്രിസ്തീയ വിശ്വാസികളായിരുന്ന മനുഷ്യര്, ആധുനിക ശാസ്ത്രത്തിന്റെയൊക്കെ പിതാക്കന്മാരെ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന കോപ്പർനിക്കസ്, ജോഹന്നസ് കെപ്ലർ, ഗലീലിയോ ഗലീലി, ഡെക്കാർട്ട്, ലൈബിനിസ്, ന്യൂട്ടൺ മുതലായവരെല്ലാം കരുത്തുറ്റ ആധ്യാത്മികതയുടെ വ്യക്തിത്വങ്ങൾ കൂടിയായിരുന്നുവെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശാസ്ത്രജ്ഞരായിരുന്നത് പോലെ തന്നെ അവർ നലം തികഞ്ഞ വിശ്വാസികളും പലരും തിരുസഭയോട് അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്നവരുമായിരുന്നുവെന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നു. ജോഹന്നസ് കെപ്ലർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു വൈദികനാകുന്നതിന് വേണ്ടി ലൂഥറൻ സെമിനാരിയിൽ പഠിച്ചിരുന്ന ആളാണ്. അസ്ട്രോണമർ ആയതിനു ശേഷവും അദ്ദേഹം സ്വയം ചിന്തിച്ചിരുന്നത് പ്രകൃതിയുടെ പുരോഹിതനായിട്ടാണ്. അതിലുപരിയായിട്ട് തിരുസഭ നടത്തുന്ന പ്രസ്ഥാനങ്ങളും യൂണിവേഴ്സിറ്റികളും ഒക്കെ ആയിരുന്നു ശാസ്ത്രത്തിന്റെ ഉന്നത ഗവേഷണ കേന്ദ്രങ്ങൾ എന്ന് മനസ്സിലാക്കണം. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒന്നാംകിട യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് സർവകലാശാല ചരിത്രത്തിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും, ഓക്സ്ഫോർഡ് സർവകലാശാല ആരംഭിച്ചത് തന്നെ വൈദിക വിദ്യാർത്ഥികളുടെ അക്കാഡമിക് പരിശീലനത്തിന് വേണ്ടി കൂടി ഉള്ള ഒരു പ്രസ്ഥാനമായിട്ട് ആയിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ക്രിസ്തീയ സർവകലാശാലയും ക്രൈസ്തവ പ്രസ്ഥാനങ്ങളും തിരുസഭയുടെ സ്ഥാപനങ്ങളും ഒക്കെയായിരുന്നു ശാസ്ത്രത്തിന് വലിയ സംഭാവനകൾ ആരംഭകാലം മുതൽ തന്നെ നൽകിക്കൊണ്ടിരുന്നത്. ആധുനിക ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായ ഗ്രിഗർ മെൻഡൽ, അദ്ദേഹം ഒരു ബെനഡിക്റ്റൈൻ സന്യാസിയായിരുന്നുവെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രപഞ്ചോൽപത്തിയെ പറ്റിയുള്ള ശാസ്ത്രീയ സിദ്ധാന്തമായ മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന്റെ പ്രധാനപ്പെട്ട ഉപജ്ഞാതാവ്, പ്രഥമ ഉപജ്ഞാതാവ് ജോർജ് ലെമായത്ത്, അദ്ദേഹം ബെൽജിയത്തിലെ ഒരു കത്തോലിക്ക വൈദികനായിരുന്നു എന്നുള്ളത് സന്തോഷത്തോടു കൂടി തിരിച്ചറിയുക. അതുപോലെ ഒരുപാട് ഈശോ സഭ വൈദികര് ശാസ്ത്രത്തിന്റെ വികാസത്തിന് വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 18ഉം 19ഉം നൂറ്റാണ്ടുകളിലെ ഗണിതശാസ്ത്രത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഈശോ സഭ വൈദികനെ കൂടാതെ ഒരു പേജും കാണുകയില്ല എന്നാണ് പലരും സുപ്രധാനമായ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇത് ചരിത്രത്തിന്റെ മാത്രം സ്ഥിതിവിശേഷമല്ല. കത്തോലിക്ക തിരുസഭ ഇന്നും ശാസ്ത്രത്തെ അങ്ങേയറ്റം വളർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏതൊരു ഒന്നാംകിട വാന നിരീക്ഷണ കേന്ദ്രത്തോടും കിടപിടിക്കുന്ന ഒരു നിരീക്ഷണ കേന്ദ്രം വറ്റിക്കാനിലുണ്ട്, വറ്റിക്കാൻ ഒബ്സർവേറ്ററി. ലോകത്തിലെ ഒന്നാംകിട ശാസ്ത്രജ്ഞരെ മുഴുവനും വിളിച്ചുകൂട്ടി എല്ലാ വർഷവും ഒരു മുടക്കവും കൂടാതെ തിരുസഭ അവിടെ ഒരു വാർഷിക സമ്മേളനം നടത്തുന്നുണ്ട്. വറ്റിക്കാൻ ഒബ്സർവേറ്ററിയുടെ ആനുവൽ കോൺഫറൻസ് ശാസ്ത്രത്തെക്കുറിച്ച്. കഴിഞ്ഞ വർഷം അത് നടന്നത് പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് തന്നെയായിരുന്നു തിരിച്ചറിയുക. ഞാൻ ഇതെല്ലാം പറഞ്ഞത് സഭയും വിശ്വാസവും മതവും വിശ്വാസവും ശാസ്ത്രവും മതവും തമ്മിലും യാതൊരു സംഘർഷവുമില്ല. അത്തരണത്തിലുള്ള സംഘർഷമൊക്കെ സ്ഥാപിത താല്പര്യക്കാരുടെ സൃഷ്ടികളാണ് എന്ന് മാത്രം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ചരിത്രത്തെ ഉപേക്ഷിച്ച് നമുക്ക് ആധുനിക ശാസ്ത്ര പശ്ചാത്തലത്തിലേക്ക് കടന്നു വരാം. ഭൗതിക ശാസ്ത്രത്തെ തന്നെ എടുക്കുക. നമുക്കറിയാം, പദാർത്ഥം യഥാർത്ഥമാണ്, പദാർത്ഥമാണ് പരമമായ യാഥാർത്ഥ്യം എന്നുള്ളതായിരുന്നല്ലോ നിരീശ്വരത്വത്തിൻ്റെയൊക്കെ ആത്യന്തികമായ അവകാശവാദം. ഈ പദാർത്ഥമാത്രവാദം തന്നെയാണ് ഇന്ന് വിശ്വാസത്തിൻ്റെയും ഏറ്റവും ഉത്കൃഷ്ടമായ അടിത്തറ എന്ന് വേണമെങ്കിൽ വലിയൊരളവ് വരെ പറയുവാനായിട്ട് സാധിക്കും. കാരണം ഭൗതിക ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് ഈ പദാർത്ഥം തന്നെയാണ് എന്നുള്ളത്.
ഭൗതികശാസ്ത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിക്ക് ഹെർബർട്ടിനെ പോലെയുള്ള അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞർ പറയും, ഭൗതികത്തിന്റെ കാൽച്ചുവട്ടിൽ നിന്നും ഇന്ന് മണ്ണ് ഒഴുകിപ്പോവുകയാണ്. ഒരു സ്ലിപ്പറി ഗ്രൗണ്ടിന്മേലാണ് ഭൗതിക ശാസ്ത്രം അധിഷ്ഠിതമായിരിക്കുന്നത് എന്ന്. ഈ പറയുന്നതിന്റെ വ്യംഗ്യാർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമമായ യാഥാർത്ഥ്യം, ആത്യന്തിക സത്യം ശാസ്ത്രത്തിന്റെ ഭൗതികമായ ചട്ടക്കൂട്ടുകളെ അതിലംഘിക്കുന്നതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ഹംബ്ലിംഗ് അപ്രോച്ച്, എളിമയുടേതായ ഒരു സമീപനം ശാസ്ത്രത്തിൽ തന്നെ ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മതശാസ്ത്ര സംവാദം ഇന്ന് ആഗോളതലത്തിൽ തന്നെ വലിയൊരു മൊമെന്റം കൈവരിച്ചിരിക്കുന്നത് എന്ന് പറയുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആധുനിക ഗഗനശാസ്ത്രം, അസ്ട്രോണമി, കോസ്മോളജി, ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം എന്താണ്, ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യം എന്താണ്, ഇവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ തന്നെ മതവിശ്വാസത്തെ വലിയൊരളവ് വരെ അരക്കെട്ടുറപ്പിക്കുന്നവയാണ്. ഈ വിശ്വം മുഴുവന്റെയും രഹസ്യാത്മകതയാണ് കോസ്മോളജിയുടെ ആത്യന്തികമായ ഉൾക്കാഴ്ച എന്നുള്ളത് അല്പം തത്വശാസ്ത്രപരമായ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ അവകാശപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിശ്വം മുഴുവനും ഒരു താപോർമലയാണ്, കാവ്യാത്മകമായ ഒരു പ്രസ്താവനയാണ്. എന്നാൽ ശാസ്ത്രത്തിന്റെ ഉൾക്കാഴ്ചകളെ വേണ്ടവണ്ണം അപഗ്രഥിക്കുകയാണെങ്കിൽ ഈ ഉൾക്കാഴ്ച, ഈ അവകാശവാദം ഒത്തും അതിരുകടന്നതല്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യാത്മകതയെ മുഴുവൻ അറിയണമെങ്കിൽ 1500 കോടി പ്രകാശവർഷങ്ങൾ ദൈർഘ്യമുള്ള ഈ പ്രപഞ്ചം മുഴുവനെയും അറിയണമെങ്കിൽ നമ്മുടെ മുറ്റത്തുള്ള ഒരു മണൽത്തരിയെ തിരിച്ചറിയാൻ സാധിച്ചാൽ മതി, അതിന്റെ അർത്ഥം അറിയാൻ സാധിച്ചാൽ മതി എന്ന ശാസ്ത്രം പറയുന്നത്. ബ്ലെയ്ക്ക് എന്ന ആംഗലേയ കവി പാടിയതുപോലെ ഒരു മണൽത്തരിയിൽ വിശ്വം മുഴുവനും, ഒരു ജലഗണികയിൽ സ്വർഗം മുഴുവനും, അനന്തത മുഴുവനും നമ്മുടെ കൈവെള്ളയിൽ. ഇതൊക്കെയാണ് ഇന്ന് ആധുനിക ശാസ്ത്രത്തിന്റെ ഉൾക്കാഴ്ച തന്നെ. വിശ്വാസവുമായി എത്രയോ സമീപസ്ഥമായിരിക്കുന്നു ശാസ്ത്രത്തിന്റെ ദാർശനികവും ദൈവശാസ്ത്രപരവുമായ അന്തർധാരകളും ഉൾക്കാഴ്ചകളും എന്നൊക്കെ ഇവിടെ തിരിച്ചറിയുക. ആധുനിക ജനിതക ശാസ്ത്രം മനുഷ്യനെ കുറിച്ചുള്ള വളരെ ചിന്തോദ്ദീപകമായ ഉൾക്കാഴ്ചകൾ ഈ ജനിതക ശാസ്ത്രത്തിനകത്തുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്, ദൈവത്തിന്റെ ഛായയും സാദൃശ്യം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരുപാട് ദൈവശാസ്ത്രപരമായ ഉൾക്കാഴ്ചകൾ ഈ ജനിതക ശാസ്ത്രത്തിനകത്ത് അന്തർലീനമായിട്ടുണ്ട്. അതുപോലെ തന്നെ ആധുനികമായ ന്യൂറോ സയൻസ്, മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം, ഹൃദയത്തിൽ വസിക്കുന്ന ദൈവം നമ്മുടെ മസ്തിഷ്കത്തിലും വസിക്കുന്നു, മസ്തിഷ്കം അതിന്റെ ആവിഷ്കർത്താവിനെ തേടുന്നു. ഇതൊക്കെയാണ് ന്യൂറോ സയൻസ് എന്നുള്ള ഒരുപാട് ഗവേഷണങ്ങൾ പറയുന്നത്. സ്നേഹമുള്ളവരെ, ഞാൻ ഉപസംഹരിക്കുകയാണ്. ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐൻസ്റ്റൈൻ പറഞ്ഞതിലും അപ്പുറം മതത്തെ കൂടാതെയുള്ള ശാസ്ത്രം അന്ധവും ശാസ്ത്രത്തെ കൂടാതെയുള്ള മതം മുടന്തുള്ളതുമാണ് എന്നുള്ളതിനും അപ്പുറം ഓരോ ശാസ്ത്ര ഗവേഷണവും ഓരോ ശാസ്ത്രീയ കണ്ടുപിടുത്തവും ഇന്ന് ദൈവാവിഷ്കാരത്തിലെ സുപ്രധാനമായ ചുവടുവയ്പ്പുകൾ കൂടിയാണ്. ദൈവം ചരിത്രത്തിൽ ഇടപെടുന്ന അമൂർത്ത മുഹൂർത്തങ്ങളാണ്, ഖൈറോസ് ആണ് ഒരു ദൈവശാസ്ത്രപരമായ സംജ്ഞ. അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞരും ഇന്ന് ഒരുപോലെ ദൈവാവിഷ്കാരത്തിൽ പങ്കുപറ്റുന്നവരാണ് എന്നുള്ളതാണ് ഞാൻ ഈ ചെറിയ പ്രഭാഷണത്തിലൂടെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് പരിശ്രമിച്ചത്. മതവും ശാസ്ത്രവും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തിന്റെ പ്രതിച്ഛായയെ ഉപേക്ഷിച്ച് ശാസ്ത്രവും മതവും ഇന്ന് പരമസത്യത്തെ അന്വേഷിക്കുന്നതിൽ കൈകോർക്കുന്നു. മതത്തെക്കാളും ദൈവത്തിലേക്കുള്ള കൂടുതൽ സുനിശ്ചിതമായ പാത പ്രദാനം ചെയ്യുന്നത് ശാസ്ത്രമാണ്. പോൾ ഡേവിസ്.
ശാസ്ത്രത്തിന്റെ ഭാഷയ്ക്കിന്ന് ഒരു പ്രതീകാത്മകതയുണ്ട്. ശാസ്ത്രഭാഷയുടെ പ്രതീകാത്മകതയും അതിഭൗതികതയുമാണ് മതദർശനങ്ങളുടെ ഔന്നത്യത്തിലേക്ക് ശാസ്ത്രത്തിന് വാതായനങ്ങൾ തുറന്നുകൊടുക്കുന്നത്. ചോദ്യങ്ങൾ. ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കുള്ള ക്രിസ്തുമതത്തിന്റെ സംഭാവനകൾ എന്തെല്ലാം? ശാസ്ത്ര-മത സംവാദത്തിന്റെ സമകാലീനമായ ചില മേഖലകൾ വിവരിക്കുക. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490-2344727, 2343-707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496-266-4600.